ഇത് റെഡിയല്ലേ? സിനിമ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവേണ്ട ആളെന്നെ ആദ്യം തുടങ്ങട്ടെ. ഹായ്, എക്കോ മൂവിയുടെ റെസ്പോൺസും കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് എൻ അമേസിംഗ് റെസ്പോൺസ്. താങ്ക് യു ഫോർ ദ പീപ്പിൾ ഹു ഹവ് റിയലി റെസ്പോണ്ടഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. I also thank my team, my wonderful team, my backbone, right from Rinjit. Bahul Ramesh has given his everything for this movie. Mujibka has given the life for the movie. Suraj, all the technical team, Vishnu Govind, everyone. And the artist, they were right on spot. They have been in the character here. So I'm very happy to be a team, part of this team. So thank you. ഈ സിനിമയുടെ സംവിധായകൻ രഞ്ജിത്ത് അയ്യത്താൻ നമ്മുടെ സിനിമ ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകരും അതുമായി പ്രശംസയോടെ സ്വീകരിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ ടെക്നിക്കൽ ടീംസും നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരോടും ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നെക്സ്റ്റിലേക്ക് കടക്കാം. താങ്ക് യു. എക്കോയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആൻഡ് DOP നൺ അതർ ദാൻ ബാഹുൽ രമേശ്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എത്രയും കഴിവതും വേഗം ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുപ്പുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ കൂടുതൽ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ റീച്ച് ആവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ ഒരു വർഷം മൊത്തം ഈ സിനിമയുടെ പിന്നാലെയായിരുന്നു. ഒന്നും ഈ സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാം എക്സ്ട്രീംസ് ആയിരുന്നു, വെല്ലുവിളികളും ഒക്കെ. ഇപ്പോൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലും കാലാവസ്ഥ, ലൊക്കേഷൻ, നമ്മുടെ ഡേറ്റ്, നമ്മുടെ ചില കൺസ്ട്രെയിൻസ്, സർട്ടൻ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഇതിന് പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ അകവഴിഞ്ഞ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് കാരണമാണ് നമുക്കത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഓട്ടോ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്തിച്ച് അവരുടെ നല്ല അഭിപ്രായങ്ങളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വി ഫീൽ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. ഏറ്റവും പ്രേക്ഷകനെയും ഞെട്ടിച്ച പ്രിയപ്പെട്ട മുജീബ് മജീദ്. ഹായ്, ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവർക്കും. എസ്പെഷ്യലി വിത്ത് ബാഹുൽ ആൻഡ് ദിഞ്ചി നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ബാഹുൽ എപ്പോഴും എന്നെ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ലിമിറ്റ് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും സിനിമ കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നേടിയ കലാകാരൻ, എക്കോയുടെ എഡിറ്റർ സൂരജ് ES. നമസ്കാരം. ബാഹുൽ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസിലാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഇന്നലെ ഇന്നായിട്ട് കണ്ടവരൊക്കെ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അതെല്ലാം ഒറിജിനലി എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്.
അതൊരു ആഡ് ഓൺ ആയിട്ടാണ്. അപ്പോൾ അതൊരു ഉറപ്പായിട്ടും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കും. താങ്ക് യു. ഇപ്പോൾ കാണുമ്പോൾ മലയാള സിനിമയിൽ ഇത്രയും വർഷങ്ങളായി ഏകദേശം 150-ൽ പരം ചിത്രങ്ങൾ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ചെയ്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന കലാകാരനായും നമ്മളോടൊപ്പം നമ്മളുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരനായി നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവായുള്ള വിനീത് സർ 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ബ്രില്യൻ്റായ ഫിലിം മേക്കേഴ്സ് ദിൻജിത്ത് ആൻഡ് ബാഹുൽ, അവരുടെ കൂടെ അവരുടെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ. ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി, പിന്നെ രഞ്ജിത്തും ബാഹുലിൻ്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു എ ക്യാരക്ടർ. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിക്ഷൻ, ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ, അത് ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവിക്ഷൻ്റെയും ഗുണമാണ്. അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻറ്റ് ലൈൻ ഓഫ് ആക്ടേഴ്സ്. അവരുടെ പെർഫോമൻസ് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതിൽ ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്. അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി. പിന്നെ ഡബിങ്, ഇത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ക്രാഫ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ്, അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും. സോ അതേ എക്സൈറ്റ്മെൻറ്റ്, പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആൻഡ് ആ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി. അതിന് ഇവർക്ക് ഒരു വലിയ ഹാൻഡ്സ് ഓഫ്, ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ. എവറി ടെക്നീഷ്യൻ, നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആർട്ട് അസിസ്റ്റൻസ്, ഇപ്പം ബാഹുലും രഞ്ജിത്തും ഈ വെദർ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ്. എസ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ്, അതുപോലെ ബിനു, സന്ദീപും രഞ്ജിത്തൊക്കെ ഉള്ള ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ്. പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മളെ അത്രയും സേഫായിട്ടാണ് ക്രൂ. സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ. ബിക്കോസ് ഓഫ് കോഴ്സ് പ്രേക്ഷകരത് എൻജോയ് ചെയ്ത് ആ അവരുടെ സന്തോഷം നമ്മളിൽ പങ്കുവെക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ ഒരു എന്താണ് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണം പോലെയുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക്, അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ്. ഒരു കരിയറിൽ തന്നെ നമുക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പഠിക്കാൻ സാധിച്ചു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണറിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഡെഫിനറ്റ്ലി എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അതുപോലെ പ്രേക്ഷകരോട് എനിക്ക് മറ്റൊരു അഭ്യർത്ഥനയുള്ളത്, ഇറ്റ്സ് എ വെരി ഇൻറ്റൻസ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഫിലിം. സോ ഒരു അറ്റ്ലീസ്റ്റ് 2 times പോയി കണ്ടാലാണ് നമുക്കതങ്ങനെ ഉൾക്കൊണ്ട് നമുക്ക് ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു. അങ്ങനെ ഒരു മാജിക് കൂടെ ഇവർ ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ട് ജസ്റ്റ് ദ ഫസ്റ്റ് ടൈം. സോ അത് ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞ് ഇന്ന് വീണ്ടും കാണുമ്പോഴാണ് അതിൻ്റെ പല എലിമെൻസും
ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു എന്നുള്ളത് ഞാൻ മനസ്സിലായി. അത് ഞാൻ എൻജോയ് ചെയ്തു. സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ I think at least 2 to 3 times you should see the film to enjoy it to the complete. അതാണ് ഇവരുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഭംഗി. ബിക്കോസ് ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഒരു റിവീൽഡ് ആവാത്ത ചില പല പല ലേയേഴ്സും ആ ക്യാരക്ടേഴ്സിലൂടെ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സോ ഒരിക്കൽ കൂടി ബാഹുലിനും രഞ്ജിത്തിനും ബിഗ് താങ്ക്സ് ആൻഡ് kudos to the whole beautiful team. നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം, who's been the strong pillar of support. അദ്ദേഹത്തിൻ്റെ ഒരു വെരി വെരി ലെവൽ ഹെഡഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് ഹിസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാഫി ചെമ്മാട്. സോ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളുമാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി. നന്ദി. കഥാപാത്രങ്ങൾക്കും അപ്പുറം മലയാളത്തിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം മിന്നിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീനാരായണൻ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരികയാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടമിറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും ശരി. അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിഞ്ജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത് സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ ന്യൂവാൻസസ് എന്ന് പറയും, അത് റൈറ്റിംഗ് ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ വൺ ഓഫ് ദ പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ പ്ലീസ് സപ്പോർട്ട് us ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. സിനിമാ മേഖലയിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിനേതാവ് എന്ന നിലയിൽ തുടരും കഴിഞ്ഞ ടെക്കോയിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബിനു ബാബു. നമസ്കാരം. പറയേണ്ടതൊക്കെ രണ്ടാളും മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒരുപാട് സമയമെടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, സന്ദീപിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിലൊരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചെന്നറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTTയിൽ എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജീബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതിനെക്കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ് ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്തു തന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത് അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത്
എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, സന്ദീപ്. താങ്ക് യു. എന്ന കലാകാരൻ നമ്മുടെ എക്കോയിലും ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ശ്രീ ഷഹീർ മുഹമ്മദ്. ഹലോ, ഇത് രഞ്ജിത്തിൻ്റെയും ബാബുവിൻ്റെയും കൂടി എൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കൃഷ്ണപരമായിരുന്നു അത് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവരെന്നെ ഏൽപ്പിച്ച കാര്യം എന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ബിനു പറഞ്ഞ പോലെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം നമ്മളൊരു OTT വെയിറ്റ് ചെയ്തിട്ട് ഒരു മിനി സ്ക്രീനിൽ കണ്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ അല്ല. കാരണം ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കഴിയുന്നതും അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓഡിയൻസിനെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്ന് അറിയാം. അതുകൊണ്ട് ഒരു ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ നിങ്ങളുടെ കയ്യിലാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ജയിക്കാൻ എത്തുന്നത് ഒരു മലയാള സിനിമയിലേക്കാണ്. സിനിമയ്ക്ക് ഭാഷാഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് സിനിമ. നമ്മുടെ സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സീഫയെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിൽ ക്ഷണിക്കുന്നു. Thank you for being here tonight, and thank you for having me. And I have to thank you to the director, producer, and the Bahul, all the team for their hard working, and then they helped me a lot at shooting also. Yeah, the most memory part is when we shot the emotional scenes, the crying part. Yeah, I had to push myself. Yeah, that's I need to learn a lot lah from my acting. I need to improve. Yeah, they are also the good actress. That's all. Thank you. താങ്ക് യു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന, സൂപ്പർ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന്, ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം. എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻഡസ്ട്രിയാണ്. ബാഹുലേട്ടൻ, ജിതേട്ടൻ, ശിലാണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിച്ചേട്ടൻ എല്ലാവരും. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ. താങ്ക് യു സോ മച്ച്. എന്ന് പറയുന്നത് ഇതിലൊരു നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പം എത്ര കാലം എടുത്തു ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ? ഫുൾ പ്രോസസ്സാണോ അത് എഴുത്ത് മാത്രമാണോ? എഴുത്ത് മാത്രം. എഴുത്തൊരു 15 ദിവസം, 15 days. 15 days ആണ്. പക്ഷേ എന്താണ് കിഷ്കിന്താൻ കാണ്ടം എഴുതിയിട്ടൊരു അതൊരു വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഐറ്റം വരണം എന്നുള്ളൊരു തോന്നില്ല. അതൊരു ഇതെന്തായിരുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എൻ്റെ കയ്യിലല്ലായിരുന്നു. എനിവേ ഇത് രണ്ടും കിഷ്കിന്ധയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓൺലി തിങ് ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് ഷേപ്പപ്പ് ആയി ഓണായി വരാനെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഒന്നാദ്യവും മറ്റേത് രണ്ടാമത്തതായിപ്പോയി എന്നുള്ളൂ. ഈ ഡോഗ്സ് കുരക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓടുന്നത് കണ്ടിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ കാണുന്നത്. അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു? അത് ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായ് പുള്ളി
പുള്ളിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. നമുക്ക് ആവശ്യമുള്ള ഐഡിയ അവരുടെ അടുത്ത് പറയും, ഇങ്ങനെ വേണം, ഇങ്ങനെ ഡോഗ് ഓടി വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം, അതിന് മുന്നേ ആദ്യം ഒരു കടിക്കണം, സെക്കൻഡ് ഡോഗ് വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ നെസസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ജിജേഷ് ഭായിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഡോഗിനെ അറിയുള്ളൂ. ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് ഭായിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ ഹാക്കുകളും ട്രിക്കുകളും ഉണ്ട്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളും ഉണ്ട്. ഡോഗിനെ കൊണ്ട് റിയലായിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് എനിക്ക് പുള്ളിയായിട്ട് എന്തായാലും ഇൻട്രാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ സിനിമയുടെ വിശേഷങ്ങൾ ഒരുപാട് പുള്ളിക്കും പങ്കുവയ്ക്കാനുണ്ടാവും. ടോട്ടൽ എത്ര ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അതിൽ CGI ഒന്നുമില്ല. അനിമൽ ഷോട്ട്സ് എല്ലാം റിയലി ചെയ്തിട്ടുള്ളതാണ്. നോ CGI സപ്പോർട്ട്. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്? 9. വിത്തൗട്ട് ഹസ്കി 9. ഏത് ഷൂട്ടിംഗ് ടൈമിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണോ അതോ മുന്നേ? ഷൂട്ടിന് മുന്നേ തന്നെ ഒരു 1.5 മാസം മുന്നേ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് തുടങ്ങി. നമുക്ക് ആവശ്യമുള്ള ജനറൽ ട്രെയിനിങ് അല്ല, നമുക്ക് ആക്ച്വലി ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഡോഗ് ട്രെയിനർ റീസണബിളി ഒരു 3 months എങ്കിലും ഉണ്ടായാൽ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു 40 ഡേയ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ട്രെയിനിങ് പീരീഡ്. സോ ആവശ്യത്തിനുള്ള സീക്വൻസുകൾ മാത്രം നമ്മുടെ ഡോഗ് ട്രെയിനറായിട്ട് സംസാരിച്ച് ഇങ്ങനെ സീൻ വേണം, ഇങ്ങനെയായിരിക്കും ഷോട്ട്, ഈ ആംഗിളിലായിരിക്കും ഷോട്ട്, അപ്പോൾ ഡോഗ് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കണം, ഇങ്ങനെ വേണം വിഷ്വൽ വരാൻ എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു ഡയറക്ടോറിയൽ വിഷനുള്ള ഒരാളായിരുന്നു എൻ്റെ ഡോഗ് ട്രെയിനർ. ഒരു ഫിലിം മേക്കർ ഉണ്ട് പുള്ളിയുടെ ഉള്ളിൽ. പുള്ളി അതനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന സീൽ ഇന്നതായിരിക്കും, ഇന്ന സീൽ ഇത്ര ഡോഗ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഫുള്ളി പ്ലാൻഡ് ഒരു ചാർട്ട് പുള്ളിക്ക് മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനനുസരിച്ച് പുള്ളിയുടെ സ്പേസിൽ പോയിട്ട് ട്രാൻഡത്താണ് പുള്ളി അവിടെ പോയിട്ട് ഡോഗിനെ ഈ കസ്റ്റമൈസ്ഡ് പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഓരോ വീക്ക്ലി അപ്ഡേറ്റ്സ് നമുക്ക് തരുമായിരുന്നു. ഡോഗ് ഇത് ചെയ്തുകൊണ്ടോ അങ്ങനെ ആ സീനിലുള്ള പരിപാടി ഇത് സെറ്റായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റ്മെൻറ്റ് ആണ് അതിൻ്റെ ഒരു റിസൾട്ടിന് കാരണം. താങ്ക്സ് ടു ജിജേഷ് ഭായ്. ഈ സന്ദീപിന്റെ ഈ ക്യാരക്ടറിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്, മുന്നേ ഈ രീതിയിലുള്ള ഒരു ക്യാരക്ടർ സന്ദീപ് ചെയ്തിട്ട് സന്ദീപ് ആകെ ചുരുക്കം ക്യാരക്ടേഴ്സ്. താങ്ക്സ് ടു ഡയറക്ടർ വിപിൻ ദാസ്. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, അപ്പോൾ ഇത് പുള്ളിയായിട്ട് പേഴ്സണലി താങ്ക്സ് പറയാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുന്നു. കാരണം പുള്ളി ചെയ്ത അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയിൽ സന്ദീപ് ചെയ്തൊരു ക്യാരക്ടർ കണ്ടപ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതെപ്പോഴെങ്കിലും എനിക്കപ്പോൾ പറയാനൊരു പ്രൊഫൈൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ല, കിഷ്കിന്ത പോലും ഓണായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സിനിമയാക്കാന്നുള്ള രീതിയിൽ വെട്ടിയിൽ വെച്ചേക്കായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിട്ട്. അപ്പോൾ അതിനിടയിലാണ് അന്താക്ഷരി കാണുന്നത്. അപ്പോൾ അതിൽ സന്ദീപിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതിയൊരാൾ, പ്രായം കുറഞ്ഞ ഒരാൾ ഇത്രയും കൺട്രോളോടുകൂടി സട്ടിലായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു അസാധ്യമായിട്ടുള്ളൊരു ഒരു ക്രാഫ്റ്റ് പുള്ളിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തോന്നി. അപ്പോൾ അത് വിപിൻ ദാസിനാണ് ഫസ്റ്റ് പ്ലേസിൽ. വിപിൻ ദാസ് സന്ദീപിനെ അങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എത്തിയത്. അപ്പോൾ അത് പുള്ളിയുടെയാണ് ആക്ച്വലി അടിപൊളി ചോയ്സ് പുള്ളി എടുത്തതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഇങ്ങനെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദറുണ്ട്, ഗ്രേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ഫിലിം ചെയ്ത ബിനോയിലൊക്കെ പുള്ളിയായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇവൻ അടിപൊളിയല്ലേ, നമ്മുടെ ഈ പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സന്ദീപ് പോലെ ഒരാൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ബിനോയിട്ടാണ് അഷുറൻസ് എന്നത്. അവൻ അടിപൊളിയാണ്, നീ അവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലേ, അവന് കുറേ കിടിലൻ ഷോർട്ട് ഫിലിംസ് ഉണ്ട് യൂട്യൂബിൽ. ആണോ ഇത് കാണാം അത് കാണാം എന്നൊക്കെ പറഞ്ഞ് ബിനേഷ് ഫുൾമൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറേ എണ്ണം ലിങ്ക് അയച്ചെന്നു. ആദ്യം കണ്ടത് അതാണ്. പിന്നീട് ടൈറ്റിൽസ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, 2-3 ഷോർട്ട് ഫിലിംസ് അപ്പോൾ ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അടിപൊളി. പിന്നെ അത് പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് പ്രൊഫൈലൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓവർ ദ പീരീഡ് പതിയെ നമ്മൾ അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. കിഷ്കിന്ത ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ നമുക്കും ഒരു സപ്പോർട്ട് കിട്ടി. പ്രാക്ടിക്കലി നമുക്കിങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. അതിനിടയിൽ തന്നെ സന്ദീപിൻ്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫാലിമി ആലപ്പുഴ ജില്ലാ പടക്കളം അതിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഫാലിമി ഇറങ്ങി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ വെൽ പ്ലേസ്ഡ് ആണ്, നല്ല രീതിയിലുള്ള പ്രൊജക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് അപ്പോഴേ ഉണ്ടായി. പിന്നെ സന്ദീപ് പുള്ളിയുടെ 200% ഇതിനെ തന്നു, ജീവൻ പണയം വെച്ചിട്ട്. ചില ഷോട്ടിലൊക്കെ ഞാൻ പ്രോംപ്റ്റ് ക്യാമറയിലൊക്കെ സൂര്യാട്ടൊക്കെ കേട്ടാണ് സന്ദീപ് കട്ട് പിടിക്കുന്ന സന്ദീപിൻ്റെ അടുത്ത്, സന്ദീപ് ജീവൻ
കട്ട് കളിക്കുക, ജീവന ഹാനി ഉണ്ടെങ്കിൽ മാത്രം കട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ചെയ്തോളാൻ. എന്നോട് കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ റിയൽ ടൈം പ്രൊംപ്റ്റിംഗ് ആയിട്ട് സന്ദീപ് അവിടെ ചെയ്തോ ഇവിടെ ചെയ്തോ, ഞാനിപ്പോൾ ക്യാമറ ഇങ്ങോട്ട് വരികയാണ്, നീ ഒന്ന് ഇങ്ങോട്ട് തിരിയണേ എന്നൊക്കെ പറഞ്ഞ് പ്രൊംപ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഇവനവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു സന്ദീപ് ജീവന് ഹാനി ഉണ്ടെങ്കിൽ കട്ട് വിളിച്ചോട്ടാ. അപ്പോൾ അതിനൊക്കെ ഒരു ഡയറിങ് ആയിട്ടുള്ളൊരു സ്പിരിറ്റ് വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പുള്ളി 200% സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്, എല്ലാവരും തന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി ചോദ്യം സന്ദീപിനെ കുറിച്ച് ആയതുകൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞതാണ്. സന്ദീപിന് എന്ത് തോന്നുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു സ്പോൺസർ പടക്കളത്തിന് ശേഷം കത്തിക്കയറുന്ന അടുത്തൊരു കത്തിക്കയറലാണത്, എന്ത് തോന്നുന്നു? സന്തോഷം. നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സന്ദീപ് തന്നെയാണോ പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണോ അതോ ആരാരും ചോദിക്കാറെന്തെങ്കിലും? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഒരാളെ എന്താ പറയുക ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞുള്ള രീതിയൊക്കെ. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിൻ്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ പുറമെ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആവത്തില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സിനിമയിൽ ഷൂട്ടുണ്ടായിരുന്നൊരു ഷൂട്ട് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അവിടെ നിന്ന് ഓടി വരുമായിരുന്നു. താങ്ക് യു എന്താ പറയണ്ട എന്നുള്ളതാണ് സന്തോഷം. ഇപ്പോഴത്തെ റിവ്യൂസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും കോൾസ് വരിക ആൻഡ് ബീങ് പാർട്ട് ഓഫ് ദിസ് ടീം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക, രഞ്ജിത്തേട്ടൻ, ബാബുജി ആൻഡ് സീനിയേഴ്സ്. ഞാൻ കൊച്ചിലെ കണ്ട വിനീതേട്ടൻ്റെ കൂടെ അങ്ങനത്തെ ഒരു പടം ഷെയർ ചെയ്യാൻ പറ്റുക, വിനിച്ചാൻ്റെ കൂടെ, നരേഞ്ചാൻ്റെ കൂടെ, അപ്പം ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. ആൻഡ് വൺ മോർ പേഴ്സൺ, നമ്മുടെ എക്കോ ശരിക്കും കരഞ്ഞിട്ട് ഇറങ്ങിയത്. കാരണം ഒരിക്കലും സാധ്യമാവാത്ത കുറേ സാധനങ്ങളായിരുന്നു ബാബുജി എഴുതി വെച്ചിരുന്നത്. ഒരിക്കലും അത് വായിച്ചിട്ട് നടപടിയാവില്ല എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ഇറങ്ങിയതാണ്. കേരളത്തിൻ്റെ അങ്ങേ തല തൊട്ട് ഓണേക്കാട് തൊട്ട് ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങി മറയൂർ തൊട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും കറങ്ങി തിരിഞ്ഞ് നെല്ലിയാമ്പതിയുടെ ഉൾക്കാടുകളിലൊക്കെ തപ്പി അവസാനം ഞങ്ങൾക്ക് പറ്റിയ അദ്ദേഹം എന്താണോ എഴുതി വെച്ചത് അതിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ള ഒരു സിനിമ. ഒരിക്കലും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിക്കുമ്പോൾ ആ പടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരിക്കലും സംതൃപ്തി തോന്നാറില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 100, പക്ഷെ ഒരു മേക്കർ അതിൻ്റെ പിന്നണിയിലുള്ള ആൾക്ക്, കാരണം ഈ ഫസ്റ്റ് വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അതുപോലെ ഒരിക്കലും ഞങ്ങൾക്കത് പൂർണ്ണതയിൽ കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ആ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക. പക്ഷെ കാണുന്ന ആളുകൾ അത് ഫ്രഷായിട്ട് കാണുന്നു. അതിൻ്റെ ബാക്കിൽ അതിന് നമ്മൾ പ്ലാൻ ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് എന്ത് വായിച്ചോ അതിൻ്റെ 10 മടങ്ങ് മുകളിൽ ആ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് സാധിച്ചു. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. എന്തു പറഞ്ഞാലും അത് ഓക്കെ ആണെങ്കിൽ അത് ചെയ്തോ, ആവശ്യമെങ്കിൽ അത് ചെയ്തോ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. പിന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടന്ന ഇതിൻ്റെ ഡയറക്ടറും ബാഹുൽജിയും, ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഒന്നിനും ഒരു ദേഷ്യപ്പെടുകയോ മറ്റൊന്നും ചെയ്യാത്ത ബാഹുൽജി, രഞ്ജിത്തേട്ടൻ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് അവരുടെ ഫസ്റ്റ് പടം ഞാൻ വർക്ക് ചെയ്യാൻ സാധിച്ചു. കക്ഷിയമ്മണിപ്പിള്ള അവിടെ തൊട്ടുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പടം എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർക്ക് തോന്നിയതിന് ഒരു വലിയ നന്ദി. പിന്നെ ഈ സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും. ഈ സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നറിയാലോ, കാരവാനില്ലാതെയും മറ്റു സൗകര്യങ്ങളില്ലാതെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആർട്ടിസ്റ്റുകളുള്ള കാലമാണ്.
ഈ നിൽക്കുന്ന എൻ്റെ ബാക്കിലിരിക്കുന്ന ഇവരൊക്കെ നെഞ്ചോട് തീർക്കേണ്ട ആർട്ടിസ്റ്റുകളാട്ടോ. കട്ടൊക്കെ കൂടെ നിന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഞങ്ങളോടൊപ്പം ലഗേജുകൾ തൂക്കിയെടുത്ത് ഞങ്ങളിൽ ഒരാളായി ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു കാറിൽ ജീവൻ പണയം വെച്ചിട്ടാണ് നാരായൺ ചേട്ടനും ഷഹീർക്കും നടന്നത്. ബ്രേക്ക് ഇല്ല, അത് നന്നാക്കിയാൽ കുറച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് അത് വീണ്ടും പോകും. പിന്നീട് വർഷമൊക്കെ പോയി കൊണ്ടുപോയി നന്നാക്കി വരുമ്പോഴത്തേന് ഒരുപാട് ടൈം എടുക്കും. ഇല്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ തൊട്ട് ബാക്കിൽ ഒരു സ്കൂട്ടറിൽ മുട്ടിയും കല്ലും കൊണ്ടായിരുന്നു ആ കാറിന്റെ പിന്നാലെ പോയിരുന്നത്. എവിടെയാണോ മുട്ടുന്നത് അവിടെ കല്ലിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ജീവൻ പണയം വെച്ച് ഇവർ ചെയ്ത സിനിമയാണ് വിനിച്ചേട്ടനാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അഡ്വഞ്ചർ സീക്വൻസുകൾക്കൊക്കെ വിനിച്ചേട്ടൻ്റെ പുള്ളി ഓഫ് റോഡ് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ പുള്ളിയുടെ പരിചയങ്ങളും മറ്റുള്ള ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ കട്ടൊക്കെ കൂടെ തന്നെ ത്രൂ ഔട്ട് നമ്മളെ കൂടെ തന്നെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു വലിയ നന്ദി. താങ്ക് യു. ഒരു ക്ലാരിറ്റി കിട്ടണമെന്നപ്പോൾ ഞാൻ വീട്ടിൽ പോസ്റ്റായി. അപ്പോൾ എനിക്ക് വേറെ വർക്കിന് സിനിമാറ്റോഗ്രാഫിക്ക് വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് കിഷ്കിന്താണ്ട് എപ്പോഴാണ് തുടങ്ങാമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വെറുതെ ഇങ്ങനെ സമയം പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ഇതിൽ നിന്നൊന്ന് സ്വയം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാൽ എന്തെങ്കിലും ഒരു കൃഷി നടത്തി നോക്കാം, ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ കളയുന്ന സമയം ഒരു നഷ്ടമായിട്ട് പിന്നീട് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത്. അപ്പോൾ അതിനല്ലേ ചോദിച്ചത്, കിഷ്കിന്ത എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത്. പിന്നെ ഇതിൻ്റെ ജോണർ ഷിഫ്റ്റ്, കിഷ്കിന്താണ്ടത്തിൻ്റെ സബ്ജക്റ്റിൽ ആളുകളൊക്കെ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് സൈലൻ്റ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതലും എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നുകൊണ്ട് സ്ട്രെയിറ്റ് ആയി ഇത് എഴുതുമ്പോൾ ഇതിലെനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്ലംബോയൻ്റ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ അയാൾ കൊള്ളാമെന്നുള്ളത് ഒരു വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട്, ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞാൻ അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കുന്നൊന്നുമില്ല. ആരുമായിട്ടും കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് റീഡ് ചെയ്യാതെ അവരും കൂടെ മനസ്സിലാക്കാനൊരു മനസ്സിലാക്കാനോ അത് റീഡ് ചെയ്തെടുക്കാൻ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാനോ ഒരു എഫേർട്ട് അവരുടെ സൈഡിൽ കൂടെ ഉണ്ടാവണേ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും സിൻസിയറായിട്ട് ചെയ്യുന്ന ഫ്രം ദ ഹാർട്ട് വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണ് എനിക്ക് ശ്രമിച്ചു നോക്കിയത്. അത് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫില്ലായ രീതിയിലുള്ളൊരു റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷം. താങ്ക്സ് ടു ദ ഓഡിയൻസ് കൂടെ നിന്നതിന്. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ആ ക്യാരക്ടറിലെ ആളുകൾ വിളിക്കുക, അത് കൊണ്ടപ്പോൾ കരിയറിൽ ഏറ്റവും നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് ഇപ്പോൾ ഞാനിപ്പോൾ സേഫാണ്, അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി, യഥാർത്ഥ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇതിലെ ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വെർത്താണ് എന്ന് തോന്നിയൊരു മൊമെന്റ് ആണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റിന് കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരോട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാബുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക നേരത്തെ പറഞ്ഞത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കോൺസെപ്റ്റാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മളപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായൊരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ്. ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ
അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണർ, എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര. ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെ താനെ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇതുമില്ല. അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ടും ഇക്കടുത്ത് പറയുന്നത് അത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്. ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അറിയാൻ പണി പാളി അപ്പം ചാടിപ്പോന്ന് പറയും ചാടാം. ഇതാണ് കാരണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മളൊരു ധൈര്യമാണല്ലോ, നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്കിലത്തെ ഈ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അത് നമ്മുടെ അസിസ്റ്റൻറ്റ് ക്യാമറമാൻമാർ, അത് ക്യാമറ അസിസ്റ്റൻറ്റ് മറ്റേ അദ്ദേഹം അസോസിയേറ്റ്, അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വളമാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താമെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. അതെ, അതൊരു നല്ല അനുഭവമല്ല. പക്ഷേ റിയലിസ്റ്റിക് ആക്കാൻ ചെയ്യുന്നതാണോ? അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അത് ശരിയാ, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നിൽ. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു. പേര് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ടൈറ്റിൽ റിവലേഷൻ്റെ ടൈം വരെ പേര് ഒന്നും കിട്ടാതെ കുറേ നിങ്ങൾ എന്ത് പേര് കൊടുക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റാണ് ഓക്കെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകരെ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ എക്കോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് ഇട്ടതിൽ അതിൽ ഫസ്റ്റത്തെ പേരാണ്. ഞാൻ ആദ്യം ഒരു ദിവസം ബാബുവിനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പേര് പറയുന്നു, ബാബു വേണ്ട ഇത് മറ്റൊന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്ന് ഞാൻ അല്ലേ കാഷ്വലായിട്ട് അവിടെ എക്കോ പോലെ ഒരു പേര് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരു എക്കോ പറ്റുമല്ലോ, നമ്മളെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എക്കോ ഓക്കെയാണ്. അപ്പം നോക്കുമ്പോൾ എക്കോ എന്നുള്ള വേറെ ലാംഗ്വേജിലുള്ള മീനിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടമായിട്ട് കുറേ കണക്ട് ചെയ്യുന്ന കുറേ വേർഡുകൾ. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ എക്കോ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു പ്രൊണൗൺസിയേഷൻ ഈ കെ എന്ന് ഇട്ടാൽ കുറച്ചും കൂടി അതിനൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തോന്നി. എന്നാൽ അങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എവിടെയും കണ്ടെന്നില്ല. ഈ കെ തലവരെയായിട്ട് പറയാതെ. ഓക്കെ, താങ്ക് യു മീഡിയ. അപ്പം നിങ്ങൾ ഇനിയും മറ്റുള്ളവർ കാണാത്തവരോടും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി. അപ്പം മറ്റ് മീഡിയ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇനി നമ്മൾ പോകുന്ന തിയേറ്റർ വിസിറ്റിനൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ഫൈനലി നമ്മുടെ ഡയറക്ടർ
ഒരിക്കൽ കൂടി എന്തുകൊണ്ട് കാണണം എന്നുള്ള സംഭവം, ഇനി കാണാത്ത പ്രേക്ഷകർ എന്തുകൊണ്ട് എക്കോ കാണണം എന്നുള്ളത് പറയുന്നു. എനിക്ക് ഒരു കാര്യമുള്ളൂ, എന്താ പറഞ്ഞാൽ നല്ല തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളതാണ്. നല്ല തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊജക്ഷൻ, നല്ല ഓഡിയോ സൗണ്ട് എഫക്ട്സ് ഉള്ള തിയേറ്ററിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഡിസൈനറായ വിഷ്ണു ഗോവിന്ദ് മൂപ്പറിൽ എടുത്ത ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂവാൻസ് ആയിട്ടുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അതിൽ ആഡ് ഓൺ ആണ്. അതെല്ലാം ചില തിയേറ്റേഴ്സിൽ നിന്ന് കേൾക്കുന്ന പോലുമില്ല. ഈവൻ മുജീബിൻ്റെ മ്യൂസിക് ആയാലും എല്ലാ രീതിയിലും അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് പൂർണ്ണതയോടെ നിങ്ങൾ അനുഭവപ്പെടുക എന്നുള്ള ഒരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്. അത് എല്ലാവരും നല്ല തിയേറ്റേഴ്സിൽ നിന്ന് കാണുക, നല്ലൊരു അനുഭവമായിരിക്കും ഇപ്പോൾ. പിന്നെ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഒരിക്കലും ഒ ടി ടിയിൽ ഒരു ഒ ടി ടിയിൽ വന്നാൽ കാണാമെന്നുള്ള ഒരു തരത്തിലും മനസ്സിൽ ആലോചിക്കാൻ പാടില്ല. സോ പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു സഹോദരിക്ക് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. നീ ചോദിച്ചോ. അല്ല, അത് തന്നെയാണ് പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, ആ സർപ്രൈസാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അത് എനിക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ദ മീഡിയ. നമ്മുടെ എല്ലാ അതിഥികളും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് വിനയപുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. ഫ്രണ്ടിൽ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉള്ളവർ ദൈവം എണീക്കരുത്. Thank you all the media for the wonderful support. Thank you.